നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകൾ. പ്രവാസികളുടെ വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടുമെന്ന് ബഹ്റൈനിൽ ഹ്രസ്വ സന്ദർശനത്തിനെത്തിയ വടകര MP ഷാഫി പറമ്പിൽ. മനാമയിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും പ്രവാസികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. വിമാന ടിക്കറ്റ് വർധനവ്, പ്രവാസി നികുതി ആനുകൂല്യങ്ങൾ നിഷേധിക്കൽ, മരണശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ വേഗത്തിലാക്കൽ തുടങ്ങി പ്രവാസികളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികൾക്കായി തീവ്രമായി ശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉന്നയിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അവിയേഷൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു, ഞാൻ ഗൾഫെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഞങ്ങളെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൻ്റെ MP-മാർ എല്ലാവരും അക്കാര്യത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഏവിയേഷൻ മിനിസ്റ്റർ 10-ന് ശേഷം അവരുടെ ഒരു മീറ്റിംഗ് മിനിസ്റ്ററുടെ ചേംബറിൽ വിളിച്ച് ചേർക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ MP-മാരും പങ്കെടുക്കും. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യും നമ്മുടെ കാലിക്കറ്റ് സെക്ടറിലേക്കുള്ള സർവീസ് നിർത്തിപ്പോകരുത്, കാരണം ഇത്ര 1000 ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അവരുടെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യുന്നത്. ബഹ്റൈനിൽ നിന്നും ഗൾഫ് എയർ കോഴിക്കോട്ടേക്കുള്ള സർവീസ് കുറച്ച കാര്യത്തിൽ എംബസിയുമായും കേന്ദ്ര ഏവിയേഷൻ മന്ത്രിയുമായും സംസാരിച്ചിരുന്നുവെന്നും ഗൾഫ് എയർ പ്രതിനിധികളുമായി മന്ത്രിയുടെ ചേംബറിൽ കൂടിക്കാഴ്ച നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും ഷാഫി കൂട്ടിച്ചേർത്തു. ബഹ്റൈൻ കായിക ദിനത്തോടനുബന്ധിച്ച് SNCS കൂട്ടനടത്തം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 21 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വെൽനസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ബഹ്റൈൻ മറീന ഡോൾഫിൻ പാർക്കിൽ ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS ഏവരെയും സ്വാഗതം ചെയ്തു. ചെയർമാൻ കൃഷ്ണകുമാർ D പതാക കൈമാറി ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളുമടക്കം 100-ലേറെ പേർ പങ്കെടുത്തു. വെൽനസ് ഫോറം സെക്രട്ടറി ഓമനക്കുട്ടൻ, കൺവീനർ ശ്രീലാൽ എന്നിവർ നേതൃത്വം നൽകി. വൈസ് ചെയർമാൻ പ്രകാശ് KP നന്ദി രേഖപ്പെടുത്തി. UDF RMPI ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സഹകരണത്തോടെ നടത്തിയ ഹൃദ്യം 2025 പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വടകര MP ഷാഫി പറമ്പിലിനെ കാണാനെത്തിയത് ആയിരങ്ങൾ. ബഹ്റൈനിലെത്തിയ അദ്ദേഹത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. പാർട്ടി പ്രവർത്തകരെ കൂടാതെ നിരവധി ആളുകളാണ് സമാജത്തിൽ ഷാഫി പറമ്പിലിനെ കാണാൻ തടിച്ചുകൂടിയത്. കാണികളും അണികളും ആർപ്പുവിളികളോടെയാണ് അദ്ദേഹത്തെ സമാജത്തിലേക്ക് വരവേറ്റത്. ഹൃദ്യം 2025 എന്ന പേരിൽ ഫെബ്രുവരി 22 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ കുറ്റ്യാടി മണ്ഡലം MLA-യുമായ പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. RMPI സെക്രട്ടറി N വേണു, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ള തുടങ്ങിയവർ മുഖ്യ അതിഥികളായും പങ്കെടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കാൻ പോകുന്നത് ഇവരെല്ലാവരും കൂടെ ചേർന്ന ഒരു ടീമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് നമുക്ക് ഉറപ്പുവരുത്താം. നമ്മൾ ആശങ്കപ്പെടുന്നില്ല. ചില വാർത്തകളൊക്കെ ഉണ്ടായി വിചാരിച്ചിട്ട് അതാണ് മൊത്തം നടക്കാൻ പോകുന്നത് വിചാരിക്കേണ്ട. ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത് അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്നല്ല, ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത അടുത്ത പഞ്ചായത്ത് മെമ്പർ ആരാവണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചർച്ച. OICC മിഡിൽ ഈസ്റ്റ് കൺവീനർ രാജു കല്ലുംപുറം, OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, OICC ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, OICC ദേശീയ ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി, KMCC ആക്ടിംഗ് പ്രസിഡന്റ് NK അബ്ദുൽ അസീസ്, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ, ട്രഷറർ KP മുസ്തഫ തുടങ്ങിയ നേതാക്കളും ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രമുഖ ഗായകരായ യൂസഫ് കാരക്കാടും പാർവതി മേനോനും നയിച്ച മ്യൂസിക്കൽ നൈറ്റും വിവിധ കലാപരിപാടികളും ഹൃദ്യം 2025 ഭാഗമായി അരങ്ങേറി. ബഹ്റൈൻ സന്ദർശനത്തിനെത്തിയ വടകര MP ഷാഫി പറമ്പിൽ MPയെ പാക്ട് ഭാരവാഹികൾ സന്ദർശിച്ചു. പാലക്കാട് MLA ആയിരുന്നപ്പോൾ പാക്ട് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ഷാഫി പറമ്പിൽ ബഹ്റൈനിൽ എത്തിയിരുന്നു. പമ്പാവാസൻ നായർ, പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ, പ്രസിഡന്റ് അശോക് കുമാർ, ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ, സതീഷ് കുമാർ, KT രമേശ്, സൽമാനുൽ ഫാരിസ്, ജഗദീഷ് കുമാർ, രാമനുണ്ണി കോടൂർ തുടങ്ങിയവരാണ് MPയെ സന്ദർശിച്ചത്. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ.
Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. കൊയിലാണ്ടിക്കുട്ടം ബഹ്റിൻ ചാപ്റ്റർ 14-ാം വാർഷികം ഫന്തരീന ഫെസ്റ്റ് 2025 എന്ന പേരിൽ BMC ഹാളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. നാട്യനടന സംഗീത പരിപാടികൾക്കൊപ്പം അറബിക് ഡാൻസ്, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, ഭാരവാഹികൾ അവതരിപ്പിച്ച സ്കിറ്റ്, മുട്ടിപ്പാട്ട് എന്നിവ ഏറെ ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ വർഗീസ്, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, NK രാധാകൃഷ്ണൻ, അഫ്സൽ തിക്കൊടി, രഞ്ജി സത്യൻ, ബിനു കുന്നന്താനം, കിഷോർ കാന്ത് മുയിപ്പോത്ത്, റഫീഖ് അബ്ദുള്ള, UK ബാലൻ, ജ്യോതിഷ് പണിക്കർ, ജേക്കബ് തേക്കുതോട്, ഗോപാലൻ മണിയൂർ, മണിക്കുട്ടൻ, ദീപക്, ഷറഫ് കുഞ്ഞി, KC ഷമീം എന്നിവർ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റിനിലെ മറ്റ് സംഘടനാ സാമൂഹ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കൊയിലാണ്ടിക്കുട്ടം ബഹ്റിൻ ചാപ്റ്റർ ചെയർമാൻ KT സലീം, പ്രസിഡന്റ് ഗിരീഷ് കാളിയത്ത്, ജനറൽ സെക്രട്ടറി ഹനീഫ് കടലൂർ, ട്രഷറർ നൌഫൽ നന്ദി, രക്ഷാധികാരികളായ അസീൽ അബ്ദുൾ റഹ്മാൻ, സൈൻ കൊയിലാണ്ടി, ഗ്ലോബൽ കമ്മിറ്റി അംഗം ജസീർ കാപ്പാട്, എന്റർടൈൻമെന്റ് സെക്രട്ടറി ജബ്ബാർ കുട്ടി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അരുൺ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റ് രാകേഷ് പൌർണമി, മെമ്പർഷിപ്പ് സെക്രട്ടറി ഹരീഷ് PK, ചാരിറ്റി കൺവീനർ ഇല്യാസ് കൈനോത്ത്, ലേഡീസ് വിംഗ് കൺവീനർ ആബിദ ഹനീഫ്, പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർമാരായ ഷഫീൽ, യൂസഫ്, മുജീബ് MP, മുഫീത മുജീബ്, രഞ്ജുഷ രാജേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ആബിദ് കുട്ടി, തസ്നീം ജന്നത്ത്, ഷഹദ്, ഷിബ പ്ലസ്, നദീർ കാപ്പാട്, പ്രജീഷ് തിക്കൊടി, നാസർ മനാസ്, ഫൈസൽ ഇയഞ്ചേരി, ഷിഹാബ് അമീറ എന്നിവർ നേതൃത്വം നൽകി. വിനോദ് നാരായണൻ പരിപാടികൾ നിയന്ത്രിച്ചു. വിശുദ്ധ ഖുർആൻ ആത്മവിശുദ്ധിക്ക് എന്ന ശീർഷകത്തിൽ നടക്കുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ICF ബഹ്റൈൻ സംഘടിപ്പിച്ച പ്രകാശതീരം 2025 ശ്രദ്ധേയമായി. മനാമ അദാരി പാർക്ക് ന്യൂ സീസൺ ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഖുർആൻ പ്രഭാഷണം നടത്തി. ഖുർആൻ മാനവരാശിക്ക് മുഴുവൻ വഴികാട്ടിയാണെന്നും ഖുർആൻ ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങളിലൂടെ ജീവിത വിശുദ്ധി കൈവരിച്ച് വിജയികളാവാൻ വിശ്വാസികൾ പ്രതിജ്ഞാബദ്ധരാവണമെന്നും പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി ഉദ്ബോധിപ്പിച്ചു. ICF ബഹ്റൈൻ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം, PM സുലൈമാൻ ഹാജി, ഷാനവാസ് മദനി കാസർഗോഡ്, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, ഷെയ്ഖ് മുഹസീൻ മുഹമ്മദ് ഹുസൈൻ മദനി, ഉസ്മാൻ സഖാഫി തളിപ്പറമ്പ്, റഫീഖ് ലത്തീഫി വരവൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഷമീർ പന്നൂർ സ്വാഗതവും അബ്ദുൽ സമദ് കാക്കടവ് നന്ദിയും രേഖപ്പെടുത്തി. IYCC ബഹ്റൈൻ ബുദയ്യ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധീരരക്തസാക്ഷികൾ കൃപേഷ് ശരത്ലാൽ അനുസ്മരണ സംഗമവും ഏരിയ കൺവെൻഷനും സൽമാനിയ കലവറ റെസ്റ്റോറന്റിൽ ഹാളിൽ സംഘടിപ്പിച്ചു. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബുദയ്യ ഏരിയ പ്രസിഡന്റ് അഷ്റഫ് ഇക്കയുടെ അധ്യക്ഷതയിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പേരാമ്പ്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിഷോർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ദേശീയ ജനറൽ സെക്രട്ടറി എബിയോൻ അഗസ്റ്റിൻ സ്വാഗതവും ഏരിയ ട്രഷറർ അബ്ദുൽ സലീം നന്ദിയും രേഖപ്പെടുത്തി. IYCC ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി, ട്രഷറർ ബൻസി ഗനിയുഡ്, വൈസ് പ്രസിഡന്റ് അനസ് റഹീം, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, എക്സിക്യൂട്ടീവ് അംഗം സജീഷ് രാജ് അടക്കമുള്ളവർ അനുസ്മരണ പ്രസംഗം നടത്തി. ദേശീയ കോർ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഏരിയ ഭാരവാഹികൾ, IYCC വനിതാവേദി പ്രവർത്തകർ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു.
ICF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ICF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായി അബൂബക്കർ ലത്തീഫി കൊടുവള്ളി പ്രസിഡന്റ്, ഷാനവാസ് മദനി കാസർഗോഡ് ജനറൽ സെക്രട്ടറി, മുസ്തഫ ഹാജി കണ്ണപുരം ഫിനാൻസ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. ഡെപ്യൂട്ടി പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ക്യാബിനറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തിരുന്നു. തല ഉയർത്തി നിൽക്കാമെന്ന ശീർഷകത്തിൽ ഒരു മാസം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി യൂണിറ്റ് റീജിയൻ കൌൺസിലുകൾ പൂർത്തിയാക്കിയ ശേഷം നടന്ന നാഷണൽ വാർഷിക കൌൺസിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. ICF ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് സുബൈർ സഖാഫി കോട്ടയം പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകി. KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഷമീർ പന്നൂർ പ്രവർത്തന റിപ്പോർട്ടും KP മുസ്തഫ ഹാജി സാമ്പത്തിക റിപ്പോർട്ടും നജീദ് തൊടുപുഴ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. PM സുലൈമാൻ ഹാജി, അബ്ദുൾ റസാഖ് ഹാജി ഇടിയങ്ങര, അബൂബക്കർ ലത്തീഫി കൊടുവള്ളി, അബ്ദുറഹ്മാൻ മുസ്ലിയാർ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം സ്വാഗതം, ഷാനവാസ് മദനി നന്ദിയും രേഖപ്പെടുത്തി. ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.